കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയിൽ ഇപ്പോൾ വളരെ കൗതുകകരമായ ഒരു കാഴ്ചയാണ് എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് മറ്റൊന്നുമല്ല, കുറെ കാലമായി പാർട്ടിയിൽ നിന്ന് മാനസികമായി അകന്നു എന്ന് കരുതിയിരുന്ന ശ്രീ ശശി തരൂർ വളരെയേറെ ഉത്സാഹത്തോടുകൂടി അദ്ദേഹം ഒരു മടങ്ങിവരവ് നടത്തിയിരിക്കുന്നു. അദ്ദേഹം ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ചില കുംഭസാരങ്ങളും ഒക്കെ നടത്തിയെന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും കൗതുകകരമായ വസ്തുത. കഴിഞ്ഞ 2 ദിവസമായി വയനാട്ടിൽ നടക്കുന്ന കോൺഗ്രസിന്റെ നേതൃസമ്മേളനത്തിൽ അദ്ദേഹം ആദ്യന്തം പങ്കെടുക്കുകയും അദ്ദേഹം കോൺഗ്രസ് പാർട്ടിയോടുള്ള വിധേയത്വം ആവർത്തിച്ച് പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുകയാണ്. പൊതുസമൂഹത്തിലെല്ലാം അറിയാം, അദ്ദേഹം കുറെ നാളുകളായി വളരെയേറെ വിവാദങ്ങൾ ഉണ്ടാക്കിയ ഒരു കോൺഗ്രസ് നേതാവായിരുന്നു. അദ്ദേഹം കേരളത്തിൽ വന്ന് കോൺഗ്രസ് പാർട്ടിയിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ 17 വർഷങ്ങളായി. അദ്ദേഹം 4ാം പ്രാവശ്യം തിരുവനന്തപുരത്തെ പ്രതിനിധീകരിച്ച ഇന്ത്യൻ പാർലമെന്റിൽ അംഗമായിരിക്കുന്ന ഒരാളാണ്. ലോക പ്രശസ്തനാണ്. അദ്ദേഹത്തെ വിശ്വപൗരൻ എന്നൊക്കെയാണ് വിശേഷിപ്പിക്കുന്നത്. എന്നാൽ അദ്ദേഹം ഈ അടുത്ത കാലത്തായി അദ്ദേഹത്തിന്റെ ഒരു അസാധാരണമായ ചങ്ങാത്തം BJPയുമായിട്ടുണ്ടായത് ചില വിമർശനങ്ങൾക്കും തെറ്റിദ്ധാരണകൾക്കും ഇടം കൊടുത്തു എന്നുള്ളതാണ് പരമാർത്ഥം. അതിൽ പ്രധാനമായിട്ടുള്ളതാണ്, വളരെയേറെ ചർച്ച ചെയ്യപ്പെട്ടുള്ളതാണ്, മാധ്യമ ശ്രദ്ധ ആകർഷിച്ചിട്ടുള്ളതാണ്. അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹത്തിന് നിയന്ത്രണം വിട്ട് അദ്ദേഹം നരേന്ദ്രമോദിയെ വാനോളം പ്രശംസിക്കുകയാണ്. അദ്ദേഹം പറയുന്നത് ഇന്ത്യയുടെ വിദേശ നയം ഒക്കെ വളരെ കേമമാണ്. അതുപോലെ തന്നെ ഈ അടുത്ത കാലത്ത് പാകിസ്ഥാന്റെ ഭീകരാക്രമണത്തെ പരാജയപ്പെടുത്തിയതൊക്കെ വലിയ വൻപിച്ച നേട്ടമാണ്. അതെല്ലാം നരേന്ദ്രമോദിയുടെ സാമർഥ്യം കൊണ്ടും പ്രാഗൽഭ്യം കൊണ്ടും നേടിയതാണ്. ലോകരാഷ്ട്രങ്ങളുടെ ഇടയിൽ ഇന്ത്യ വളരെ ഉയർന്നു നിന്ന് പ്രശോഭിക്കുകയാണ് എന്നൊക്കെ ഒരു വാഴ്ത്തുപാട്ട് രീതി അദ്ദേഹം കഴിഞ്ഞ കുറെ നാളുകളായി സ്വീകരിച്ചിരുന്നു. അതിന്റെ ഒരു പ്രധാന കാരണം അദ്ദേഹത്തെ ഈ പുൽവാമയിൽ ഉണ്ടായിട്ടുള്ള ഇന്ത്യയുടെ വിജയം, പാകിസ്ഥാന്റെ ഭീകര പ്രവർത്തനങ്ങളെ പരാജയപ്പെടുത്തിയത് ലോകരാഷ്ട്രങ്ങളെ അറിയിക്കാൻ വേണ്ടി അദ്ദേഹം നേതൃത്വം കൊടുക്കുന്ന ഒരു കമ്മിറ്റിയാണ് നരേന്ദ്രമോദി സർക്കാർ നിയമിച്ച് വിദേശ രാജ്യങ്ങളിലേക്ക് വിട്ടത്. അപ്പോൾ അദ്ദേഹത്തിന് വലിയ സന്തോഷമായി. കാരണം അദ്ദേഹത്തിന്റെ പ്രാഗൽഭ്യം അംഗീകരിച്ച നരേന്ദ്രമോദി തീർച്ചയായും അദ്ദേഹത്തിന്റെ നന്ദി അർഹിക്കുന്നയാളാണ് എന്നുള്ള വിചാരത്തിൽ അദ്ദേഹം അങ്ങോട്ട് പ്രശംസാ വാചകങ്ങൾ ധാരധാരയായി ഒഴുക്കാൻ തുടങ്ങി. അതുപോലെ വിദേശകാര്യമന്ത്രി ശ്രീ ജയശങ്കറിനെ സംബന്ധിച്ചും വളരെ പ്രഗത്ഭനായ ഒരു വിദേശകാര്യമന്ത്രിയാണ്. അത് കഴിഞ്ഞ് അദ്ദേഹം ഇന്ത്യയുടെ ഇപ്പോഴത്തെ സാമ്പത്തിക നിലയിലൊക്കെ ഉണ്ടായിരിക്കുന്ന ഔന്നത്യമൊക്കെ വളരെ കേമമാണ് എന്നൊക്കെ ഇങ്ങനെ പറയുകയും കോൺഗ്രസിൻ്റെതായിട്ടുള്ള ഹൈക്കമാൻഡ് സംഘടിപ്പിക്കുന്നതായിട്ടുള്ള അല്ലെങ്കിൽ നടത്തുന്നതായിട്ടുള്ള പല പരിപാടികളിലും അദ്ദേഹം ബോധപൂർവം അല്ലാതെ വിട്ടുനിൽക്കുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹം കോൺഗ്രസ് പ്രവർത്തക സമിതിയിലെ ഒരു അംഗമാണെന്നുള്ള കാര്യം വിസ്മരിച്ചുകൂടാ. അങ്ങനെയുള്ള ഒരാൾ ഒരു കാരണവശാലും ഏത് കാരണം പറഞ്ഞും അത്തരം സമിതികളുടെ യോഗങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് സംശയങ്ങൾക്കിട വരുത്തിയിട്ടുമുണ്ട്. അതാണ് അതിന്റെ യാഥാർത്ഥ്യം. അപ്പോൾ അത് അദ്ദേഹം ഇപ്പോൾ പതുക്കെ തിരിച്ചറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു. ഒരു ഘട്ടത്തിൽ അദ്ദേഹം എന്തൊക്കെയോ മനസ്സിൽ കണ്ടുകൊണ്ട് കോൺഗ്രസിനെ തള്ളിപ്പറയുകയും അല്ലെങ്കിൽ കോൺഗ്രസിൽ നിന്ന് അകന്നു നിന്നുകൊണ്ട് BJPക്ക് വാഴ്ത്തുപാട്ട് പാടുകയും ചെയ്തപ്പോൾ പൊതുസമൂഹത്തിന്റെ മനസ്സിൽ വളരെയേറെ സംശയങ്ങളുണ്ടായി. ചില പിന്നാമ്പുറം വർത്തമാനത്തിൽ ചില മാധ്യമങ്ങൾ ഉൾപ്പെടെ അദ്ദേഹം ഒരു പക്ഷേ കോൺഗ്രസ് പാർട്ടി വിട്ടേക്കും എന്ന് പോലും ഉള്ള വാർത്തകൾ പ്രചരിപ്പിച്ചു. BJPയിൽ നിന്ന് ചില താക്കോൽ സ്ഥാനങ്ങളൊക്കെ അദ്ദേഹത്തിന് ലഭിക്കാൻ സാധ്യതയുണ്ട് എന്ന് മാധ്യമങ്ങൾ പോലും പ്രചരിപ്പിച്ച ഒരു സന്ദർഭം ഉണ്ടായിട്ടുണ്ട്. അത് അദ്ദേഹം അന്നൊന്നും ശക്തമായി നിഷേധിച്ചിട്ടുമില്ല. എന്നാൽ ഇപ്പോൾ ഈ 2 ദിവസമായി വയനാട്ടിൽ നടന്ന കോൺഗ്രസ് പാർട്ടിയുടെ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള ഒരുക്ക യോഗങ്ങളിൽ അദ്ദേഹം ഏതാണ്ട് ഒരു പ്രായശ്ചിത്തം എന്ന മട്ടിൽ കാര്യങ്ങൾ പറഞ്ഞ്, ഞാൻ ഒരു കാരണവശാലും കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് വിട്ടുപോകുന്ന പ്രശ്നമില്ല, ഞാൻ 17 വർഷങ്ങളായി കോൺഗ്രസിൽ വളരെ ശക്തിയായി എല്ലാ തരത്തിലും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്, എനിക്ക് പാർട്ടിയിൽ നിന്ന് പോകാൻ ഒരു താല്പര്യവുമില്ല, എന്നെ ഈ നിലയിലാക്കിയത് പാർട്ടിയാണ്, അതുകൊണ്ട് ഞാൻ പാർട്ടിയിൽ നിന്ന് വിട്ടുപോകുമെന്നുള്ള പ്രചാരണമൊക്കെ അസ്ഥാനത്താണ്. ഞാൻ വളരെ ശക്തമായി തന്നെ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ പ്രചരണ രംഗത്തുണ്ടാകും. കേരളത്തിൽ ഒരു
ഭരണമാറ്റം ഉണ്ടാകുന്നതിന് വേണ്ടി അദ്ദേഹത്തിനാലുള്ള കഴിവുകളെല്ലാം പ്രയോഗിക്കുമെന്ന് അദ്ദേഹം ഇപ്പോൾ ആവർത്തിച്ച് ശക്തമായി പ്രഖ്യാപിച്ചിരിക്കുന്നു. ഒരു തരത്തിൽ പറഞ്ഞാൽ അത് കോൺഗ്രസ് പാർട്ടിക്ക് വളരെയേറെ ആശ്വാസകരമായിട്ടുള്ള ഒരു പ്രസ്താവനയാണ് ശശി തരൂരിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല. കാരണം അദ്ദേഹത്തിന്റെ പ്രാഗൽഭ്യം, അദ്ദേഹത്തിന്റെ വ്യക്തിത്വമൊക്കെ അദ്ദേഹത്തിന്റെ ശത്രുക്കൾ പോലും വകവെച്ചു കൊടുത്തിട്ടുണ്ട്, അംഗീകരിച്ചിട്ടുണ്ട്. അക്കാര്യത്തിൽ പാർട്ടിക്ക് ഒരു സംശയവുമില്ല. പാർട്ടിയെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിദേശ രാജ്യങ്ങളിൽ അദ്ദേഹത്തിന്റെ ആയുസിന്റെ നല്ലൊരു പങ്ക് ചെലവഴിച്ചതിന് ശേഷം ഇന്ത്യയിലേക്ക് വന്നപ്പോൾ കേരളത്തിന്റെ തലസ്ഥാന നഗരി വിട്ടുകൊടുത്താണ് അദ്ദേഹത്തെ പാർലമെന്റിലേക്ക് അയച്ചത്. അദ്ദേഹത്തെക്കാൾ പാർട്ടിയിൽ എത്രയോ സീനിയർ ആയിട്ടുള്ള ആളുകൾ ഉണ്ടായിരുന്നിട്ട് പോലും അവരെ മാറ്റി നിർത്തിക്കൊണ്ട് തിരുവനന്തപുരം നഗരത്തിൽ തുടർച്ചയായി അദ്ദേഹത്തെ വിജയിപ്പിച്ച ഒരു പാരമ്പര്യം കോൺഗ്രസിനുണ്ട്. അതുകൊണ്ട് അദ്ദേഹം കോൺഗ്രസിനെ ഏതെങ്കിലും തരത്തിൽ പ്രത്യക്ഷമായോ പരോക്ഷമായോ തള്ളി പറഞ്ഞാൽ അത് കേരളത്തിലെ സമൂഹം പൊറുക്കുകയില്ല എന്നുള്ളത് അദ്ദേഹം ഇപ്പോൾ വളരെ വ്യക്തമായി തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഒരു ഘട്ടത്തിൽ ഇവിടെ ബഹുമാനപ്പെട്ട കെ മുരളീധരൻ പറഞ്ഞു, തിരുവനന്തപുരം നഗരത്തിൽ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിലൊന്നും അദ്ദേഹത്തിന്റെ സാന്നിധ്യം അനിവാര്യമല്ല. അദ്ദേഹം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനെ കുറിച്ചാണ് ഉദ്ദേശിച്ചത്. ഈ അടുത്ത സമയത്ത് നടന്ന തെരഞ്ഞെടുപ്പിലൊന്നും ശശി തരൂരിന് വലിയ ഒരു പങ്കൊന്നും ബോധപൂർവമാണോ അല്ലാതെയോ പാർട്ടി കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം. എന്നാലും അദ്ദേഹം ഒരുപക്ഷെ മാനസാന്തരപ്പെട്ടതിന്റെ ഫലമായിട്ടാകാം കവടിയാറിൽ മത്സരിച്ച ശ്രീ കെ ശബരിനാഥന് വേണ്ടി അദ്ദേഹം ചില ഭവനങ്ങൾ സന്ദർശിക്കുകയും ഈ ശബരിനാഥിന്റെ വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നത് സമൂഹം കണ്ടു. ശബരിനാഥ് വിജയിക്കുകയും ചെയ്തു. അപ്പോൾ ഒരുപക്ഷെ അദ്ദേഹം ഈ തിരിച്ചുവരവിന്റെ ഒരു ആദ്യ പടി എന്ന രീതിയിലായിരിക്കാം വലിയ നിർണായകമായ ഔദ്യോഗിക ചുമതല ഏൽപ്പിച്ചില്ലെങ്കിൽ പോലും അദ്ദേഹം സ്വമേധയാ ഇറങ്ങി ഒരു വാർഡിലെങ്കിലും ഇറങ്ങി പ്രവർത്തിച്ചത്. സാധാരണ ശശി തരൂരിന്റെ പഴയ രീതി അനുസരിച്ചാണെങ്കിൽ 101 വാർഡുകളിലും അദ്ദേഹം താരപരിവേഷത്തോടുകൂടി പ്രചരണം നടത്തേണ്ട ആളാണ്, അതിന് ഉത്തരവാദപ്പെട്ട ആളാണ്. കാരണം കോൺഗ്രസ് പാർട്ടിയുടെ ഒരു MP തിരുവനന്തപുരം നഗരത്തിലെ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ തിരുവനന്തപുരത്തിന്റെ MP മുൻനിരയിൽ ഉണ്ടാകണമെന്ന് പറയുന്നത് കേവലമായിട്ടുള്ള ഒരു ആവശ്യമാണ്. പക്ഷെ അത് കണ്ടില്ലെങ്കിൽ പോലും UDF ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വന്നില്ലെങ്കിൽ പോലും ഒരു ശക്തമായ തിരിച്ചുവരവ് നടത്തിയിട്ടുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ്. വെറും 9 കൗൺസിലർമാരുള്ളിടത്ത് ഇപ്പോൾ 19 കൗൺസിലർമാരുണ്ട്. ഇരട്ടി വിജയം. അധികാരം കിട്ടിയില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യം നിൽക്കുന്നു. എന്നാൽ പോലും കോൺഗ്രസിന്റെ പ്രകടനം മെച്ചമായിരുന്നു എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. ഒരു പക്ഷേ ഇതിനേക്കാൾ മെച്ചപ്പെടുമായിരുന്നു ശ്രീ ശശി തരൂരിനെ പോലെ താരമൂല്യമുള്ള പ്രചാരകർ 101 വാർഡുകളിലും പ്രചരണം നടത്തിയിരുന്നെങ്കിൽ എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവരെ കുറ്റപ്പെടുത്താനാവുകയില്ല. ഏതായാലും ആ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. എന്നാൽ അതിനേക്കാൾ വളരെ നിർണായകമായ ചരിത്ര പ്രാധാന്യമുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് 4 മാസങ്ങൾക്കകം കേരളത്തിൽ നടക്കാൻ പോകുന്നത്. അതിന്റെ മുന്നൊരുക്കങ്ങൾ എന്ന രീതിയിലാണ് വയനാട്ടിൽ 2 ദിവസം നേതാക്കന്മാരുടെ സംഗമം നടത്തിയത്. അത് അവസാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. തെരഞ്ഞെടുപ്പിന്റെ ഒരു മാർഗരേഖയും അതിന്റെ രീതികളുമൊക്കെ ഉത്തരവാദപ്പെട്ട നേതാക്കന്മാർ ഇപ്പോൾ പുറത്തു വിട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ജാഥ നടത്താനായി തീരുമാനമെടുക്കുന്നു. ഘടകകക്ഷികളെ മുഖവിലേക്ക് എടുത്തുകൊണ്ടും അവരുടെ പങ്കാളിത്തത്തോടുകൂടി ഈ പ്രകടന പത്രിക തയ്യാറാക്കുന്നതിനുള്ള ഒരുക്കങ്ങളായിരിക്കുന്നു. കനകോലുവിനെ പോലെയുള്ള ഈ തിരഞ്ഞെടുപ്പ് വിദഗ്ധന്മാരുടെ സേവനമൊക്കെ ഉപയോഗിച്ചുകൊണ്ട് സ്ഥാനാർത്ഥി നിർണയം മുതലുള്ള കാര്യങ്ങളിൽ ശ്രദ്ധയോടുകൂടെ പടിവെച്ച് മുന്നോട്ട് പോകാനായിട്ട് തീരുമാനമെടുത്തിരിക്കുന്നു. നിലവിലുള്ള പിണറായി സർക്കാരിന്റെ കൊള്ളരുതായ്മകൾ എടുത്തു കാട്ടിക്കൊണ്ട് വ്യാപകമായ ശക്തമായ പ്രചരണം കേരളമാകെ അഴിച്ചുവിടാനുള്ള നിശ്ചയദാർഢ്യം ഈ സമ്മേളനത്തിൽ പ്രകടിപ്പിച്ചു കണ്ടു. യാതൊരു അപശബ്ദവുമില്ലാതെ മുഴുവൻ സീനിയർ നേതാക്കന്മാരും KPCC പ്രസിഡന്റ്, പ്രതിപക്ഷ നേതാവ്, മുൻ മന്ത്രിമാർ, MLA മാർ, MP മാർ, ജില്ലാ പ്രവർത്തകർ, പ്രസിഡന്റന്മാർ, താഴേക്കിടയിലുള്ള ആളുകളെ എല്ലാം സംഘടിപ്പിച്ചുകൊണ്ട് 150 നേതാക്കന്മാരുടെ ഒരു വലിയ നിരയാണ് ഈ സമ്മേളനത്തിൽ പങ്കെടുത്തത്. അത് വളരെ ശുഭോദർക്കമായി തന്നെ കാണുന്നു. അവിടെയാണ് ഈ ശശി തരൂരിന്റെ മടങ്ങി വരവ് ഉണ്ടായിരിക്കുന്നത്. അദ്ദേഹം ഒരു പ്രത്യേക കാര്യം പറഞ്ഞത്, ഞാൻ ഈ മുൻ ആഭ്യന്തരമന്ത്രിയായിരുന്ന വളരെ തലമൂത്ത നേതാവായിരുന്ന
ബഹുമാനപ്പെട്ട LK അദ്വാനിയുടെ ജന്മദിനത്തിൽ അദ്ദേഹത്തെ ആശംസിച്ചും പ്രസംഗിച്ചുമൊക്കെ പറഞ്ഞത് വിവാദമുണ്ടായി. അത് അദ്ദേഹത്തോടുള്ള വ്യക്തിപരമായ ബഹുമാനം കൊണ്ടാണ് ഞാൻ അത് പറഞ്ഞത്. അതല്ലാതെ പാർട്ടിയുടെ പേരിലുള്ള ആദരവല്ലായിരുന്നു എന്ന് അദ്ദേഹം ഏതാണ്ടൊരു പശ്ചാത്താപ രൂപേണ ഇന്ന് പുറത്തു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആളുകളുടെ ഇടയിലുള്ള തെറ്റിദ്ധാരണ മാറ്റുന്നതിനാണ് അദ്ദേഹം ഈ ശ്രമം നടത്തിയത്. അതുകൊണ്ട് ഇനിയുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ സസൂക്ഷ്മമായി പാർട്ടി നിരീക്ഷിക്കും, ഹൈക്കമാൻഡ് നിരീക്ഷിക്കും. അദ്ദേഹത്തിന്റെ മുഴുവൻ സാധ്യതകളും ഇവിടുത്തെ വരുന്ന തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കാനായിട്ടുള്ള കർമ്മ പരിപാടികൾ ആവിഷ്കരിക്കും. അദ്ദേഹം ആത്മാർത്ഥമായി കേരളത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്തുണ്ടാകും എന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത്. ആത്മാർത്ഥതയോടെയുള്ള പ്രവർത്തനമാണെങ്കിൽ അത് പാർട്ടിക്ക് ഏറെ ഗുണം ചെയ്യും. കാരണം അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തിന്റെ പ്രഭാവം എല്ലാവരും അംഗീകരിക്കുന്നതാണ്. അദ്ദേഹം എല്ലാ തരത്തിലും പ്രഗത്ഭനാണ്. അദ്ദേഹത്തിന് നന്നായി ആളുകളുമായി ഇടപെടാൻ അറിയാൻ, അദ്ദേഹത്തിന് നല്ല അറിവുള്ള ഒരാളാണ്, പ്രശസ്തനായ എഴുത്തുകാരനാണ്. അത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന്റെ ഒരു ആസ്തി തന്നെയാണ് ശശി തരൂർ എന്ന് പറഞ്ഞാൽ ഒട്ടും അധികപ്പറ്റാവുകയില്ല. അപ്പോൾ ആ തരത്തിലുള്ള ഒരു തിരിച്ചുവരവ് വളരെയേറെ കൗതുകത്തോടുകൂടി ഈ പൊതുസമൂഹം കാണുന്നു. കോൺഗ്രസ് പാർട്ടിയിലും അദ്ദേഹത്തെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ അല്ലെങ്കിൽ ധാരണകളൊക്കെ മാറിക്കൊണ്ടിരിക്കുന്നു. വരും ദിവസങ്ങളിൽ അത് കൂടുതൽ തെളിയിക്കാനുള്ള ഉത്തരവാദിത്വം ശ്രീ ശശി തരൂരിന് തന്നെയാണ്. അദ്ദേഹം വിവാദ പ്രസ്താവനകളിൽ നിന്ന് ഒഴിഞ്ഞു മാറി വാഴ്ത്തുപാട്ടുകളിലൊക്കെ നിർത്തി കോൺഗ്രസിന്റെ വിജയത്തിന് വേണ്ടി മനഃപൂർവ്വമായി പ്രയത്നിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു പോയതായ മനസ്സിലെ ഇടം, ജനങ്ങളുടെ മനസ്സിലെ ഇടം തിരിച്ചു കിട്ടുമെന്ന് തന്നെ വേണം കാണാൻ. ആ തരത്തിൽ ബുദ്ധിപരമായി പ്രവർത്തിക്കാൻ കഴിവുള്ള ഒരാളാണ് ശ്രീ ശശി തരൂർ. അതുകൊണ്ട് ശശി തരൂരിന്റെ സേവനം പാർട്ടി നന്നായി ഉപയോഗപ്പെടുത്തും. അദ്ദേഹത്തിന് ഒരു ഇടം പാർട്ടിയിൽ ഉണ്ട് എന്ന് ആവർത്തിച്ച് കാണിച്ചു കൊടുക്കും. അദ്ദേഹവും അച്ചടക്കമുള്ള ഒരു കോൺഗ്രസ് പ്രവർത്തകൻ എന്ന രീതിയിൽ നേതാക്കന്മാരുമായി നന്നായി സംവദിച്ച് അദ്ദേഹത്തിന്റെ വ്യക്തിപ്രഭാവം അല്ല പാർട്ടിയാണ് വലുത് എന്ന ഒരു പരിഗണനയോടുകൂടി അദ്ദേഹം രംഗത്ത് നിൽക്കുമെങ്കിൽ അത് വലിയ ഒരു മാറ്റമായിരിക്കും. അതൊരു പക്ഷേ BJPക്ക് പോലും നല്ല ഒരു തിരിച്ചടിയായിരിക്കും. കാരണം BJP ഈ ശശി തരൂരിന്റെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്നുള്ള അകൽച്ച നന്നായി മുതലെടുക്കാൻ ശ്രമിച്ച ഒരു പാർട്ടിയാണ്. ആ തരത്തിൽ തിരിച്ച് ശശി തരൂർ പൂർവാധികം ശക്തിയോടുകൂടി ഉത്സാഹത്തോടുകൂടി പാർട്ടിയിലേക്ക് തിരിച്ചു വരുമെങ്കിൽ അദ്ദേഹത്തെ രണ്ടു കൈയും നീട്ടി കോൺഗ്രസ് പാർട്ടി സ്വീകരിക്കും. ഹൈക്കമാൻഡ് അദ്ദേഹത്തിന് അർഹമായിട്ടുള്ള അംഗീകാരം കൊടുക്കും. കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയും അദ്ദേഹത്തെ നന്നായി അംഗീകരിച്ച് തന്നെ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ പങ്കെടുപ്പിക്കുകയും വൻപിച്ച വിജയമുണ്ടാക്കി UDF ഒരു പുതിയ സർക്കാർ മെയ് മാസത്തിൽ രൂപീകരിക്കുകയും ചെയ്യുമെന്ന് വേണം കരുതാൻ. അതുകൊണ്ട് കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ശശി തരൂരിന്റെ മാനസാന്തരം വളരെ വലുതാണ്. ശശി തരൂരും അത് നല്ലതാണ്. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവിക്കും ഈ പാർട്ടിയിൽ ചേർന്ന് നിൽക്കുന്നതാണ് നല്ലത് എന്ന തിരിച്ചറിവ് ഉണ്ടായിരിക്കുന്നു. അതെല്ലാം ഒരു ശുഭോദർക്കമായിട്ടുള്ള സംഗതിയായിട്ട് വേണം കാണേണ്ടത്.